യഥാർത്ഥ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ മുഖമാണ് നമ്മൾ 2 ദിവസമായി ഇസ്രായേലിലും അതുപോലെ ഫലസ്തീനിലെ ഗാസയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടു കൂട്ടർക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അതിൻ്റെ കാരണങ്ങളിലേക്കും അതിൻ്റെ മറ്റു വശങ്ങളിലേക്കും കടക്കാതെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന യഥാർത്ഥ മുഖത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? നോക്കുക, ഇസ്രായേലിലേക്ക് നോക്കൂ. അവിടെ അവരുമായി അകന്നു കഴിഞ്ഞിരുന്ന അവിടെ ബന്ധുക്കളെ കിട്ടിയപ്പോൾ അവർക്കുള്ള സന്തോഷം കണ്ണീർ പൊഴിച്ചുകൊണ്ടല്ലാതെ നമുക്ക് കാണാൻ കഴിയുകയില്ല, ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. മനുഷ്യരാണ് എല്ലാവരും. ഇങ്ങ് ഗാസയിലേക്ക് നോക്കൂ, 65,000 പേര് നഷ്ടപ്പെട്ടു. അത്രയും പേർ മരണത്തോട് മല്ലടിച്ച് അവിടങ്ങളിലായി ജീവിക്കുന്നു. തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. മൃതദേഹങ്ങൾ ഇപ്പോഴും സംസ്കരിച്ചിട്ടില്ല. എന്നിട്ട് പോലും അവരുടെ ഇണതുണകളെ അങ്ങകലെയുള്ള തലവറയിൽ നിന്നും കിട്ടിയപ്പോൾ അവർക്കും സന്തോഷം ആണ്. അതുപോലെയാണ് ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖമാണ് നമ്മളിത് കാണുന്നത്. ഇങ്ങനെ കാണാൻ കിട്ടുക തന്നെ പ്രയാസമാണ്. ഒരുപക്ഷെ അവരുടെ കഷ്ടനഷ്ടങ്ങൾ കണ്ടിട്ടെങ്കിലും നമ്മുടെ കഷ്ടനഷ്ടങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആരെയും വെട്ടിപ്പിടിക്കുകയുമില്ല, കൊല്ലുകയുമില്ല, ഇടിക്കുകയുമില്ല, കുത്തുകയുമില്ല. അങ്ങകലെ അത് വലിയ സംഭവങ്ങളാണ്. അതിന് വലിയ കാരണങ്ങളുമുണ്ട്. പക്ഷെ ഇന്ന് നോക്കുക, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീടുകളിൽ തന്നെയും പരസ്പരം അകന്നാണ് ജനങ്ങൾ മുഴുവനും കഴിയുന്നത് തന്നെ. ഒരു കാര്യവുമില്ലാതെ തമ്മിൽ വഴക്ക് കൂടുകയും വക്കാണം കൂടുകയും ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് സ്നേഹത്തോടുകൂടെ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്നേഹമാണ് ജീവിതം. അതാണ് എല്ലാവരും എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹമില്ലെങ്കിൽ ജീവിതമേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് സ്നേഹത്തെ മുൻനിർത്തി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം.